പൂനെയിലെ വിഷമദ്യ ദുരന്തത്തിൽ നടപടിയുമായി പോലീസും എക്സൈസും 9 പോലീസുകാരെയും 13 എക്സൈസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലത്തിലെ വിവരങ്ങൾ. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി പൂനെയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഇതിലിപ്പോൾ പോലീസുകാർക്കും ഒപ്പം എക്സൈസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ, അത് ഏത് സാഹചര്യത്തിലാണ്? എന്താണ് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം? പ്രജിൻ, പരസ്യമായി നടന്ന ഒരു മദ്യവ്യാപാരം, വ്യാജ മദ്യവ്യാപാരം, അതൊരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതോടെ ഇപ്പോൾ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഈ മദ്യമാഫിയയ്ക്ക് ഒത്താശ ചെയ്തതിനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. കൺമുന്നിൽ ഇങ്ങനെയൊന്നും നടന്നിട്ട് എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന ചോദ്യമാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഹഡാപ്സറിലും പിംബ്രി ചിഞ്ചുവാദിലുമാണ് ഈ ദുരന്തമുണ്ടായത്. ഹഡാപ്സറിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരെയും പിംബ്രിയിലെ 6 ഉദ്യോഗസ്ഥരെയുമാണ് പോലീസ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എക്സൈസിന്റെ ഭാഗത്തേക്ക് വന്നാൽ 13 ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇനി ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാൻ അനുവദിക്കില്ല, ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് അവർക്കൊക്കെ എതിരെ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും എന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ശക്തമായ തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 2 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഹഡാപ്സറിലെ 3 ഉദ്യോഗസ്ഥരെ ഇന്നലെ തന്നെ രാത്രിയോടെ തന്നെ സസ്പെൻഷൻ ഉത്തരവ് വന്നതാണ്. ഇപ്പോൾ പിംബ്രിയിലെ കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ്, CID ആണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. 8 പേരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തി. 15 പേരുടെ മരണം, അതിലേറെ പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പലരുടെയും കാഴ്ചശക്തി പോലും നഷ്ടമായ സാഹചര്യമാണ് ഉള്ളത്. പ്രജിൻ, ശ്രീനാഥ് ചന്ദ്രനാണ് പൂനെയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.